ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട് സാറിനോടും സാറിൻ്റെ കമ്മ്യൂണിറ്റിയോടും. എൻ്റെ ഒരു ഡിഗ്രി ലെവലിൻ്റെ ഫസ്റ്റ് എക്സാം മെയിൻസ് എഴുതുന്നത് ESIയിലാണ്. അപ്പം അതിൽ തന്നെ എനിക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞതിൽ സാറിൻ്റെയും സാറിൻ്റെ കമ്മ്യൂണിറ്റിയുടെയും ഒരുപാട് എഫേർട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് സാറിൻ്റെ ക്ലാസ്സുകളും യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ടെലഗ്രാമും ഒക്കെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ അതിൻ്റെ ആൻസറിലേക്ക് എത്തിപ്പെടാം എന്നുള്ളൊരു ഐഡിയ തരുന്നത് സാറിൻ്റെ ആ ഒരു ഇൻ്റലിജൻ്റ് എലിമിനേഷൻ ടെക്നിക്ക് തന്നെയാണ്. സ്മാർട്ട് സ്റ്റഡിയാണ് ഏറ്റവും വേണ്ടതെന്നുള്ളൊരു പോയിൻ്റ് എനിക്ക് സാറിൻ്റെ നിന്ന് കിട്ടി. സാറ് പറയുമ്പോൾ ശത്രുവിൻ്റെ ബലം അറിഞ്ഞ് കളിക്കണമെന്ന് സാറ് ഡയലോഗ് സാറ് ഒരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PSC അറിഞ്ഞിട്ട് നമ്മൾ എക്സാംസിന് ഇറങ്ങണം എന്ന ആ ഒരു തോട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടി. എന്താണ് PSC ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി ഒരു പാരഗ്രാഫ് കണ്ട് അതിൽ നിന്ന് PSC എങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ആ ഒരു ഐഡിയോളജി തന്നതും എനിക്ക് വേണമെങ്കിൽ പറയാം അൻവി വ്ളോഗ്സ് എന്ന ചാനൽ തന്നെയാണ്. പറയാതിരിക്കാൻ വയ്യ. നോട്ട്സ് ആണെങ്കിലും തരുന്ന PDF ആണെങ്കിലും ഇടുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യനും എങ്ങനെ അനലൈസ് ചെയ്യണമെന്നുള്ളൊരു കറക്റ്റ് വേയും സാറ് ബാക്കി കുട്ടികൾക്ക് എത്തിക്കുന്നുണ്ട്. കാരണം മറ്റുള്ള ചാനൽസ് എല്ലാം കുറച്ചുകൂടെ ഇപ്പോഴും പഴയ രീതി ഫോളോ ചെയ്യുമ്പോൾ ഇത് ഒരു പുതിയ രീതിയിലേക്ക് മാറാൻ സാറ് കാണിച്ച ഒരു ധൈര്യവും തന്നെയാണ് സാറിന് ഇത്രയും റിസൾട്ട്സ്. എനിക്കറിയാം ഒരുപാട് റിസൾട്ട്സ് സാറിന് വരുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു റിസൾട്ടാണ് എൻ്റെത്. അപ്പോൾ അത് പറയണമെന്ന് തോന്നി. എനിക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വലിയൊരു ഹഡിൽ തന്നെയായിരുന്നു. കാരണം ഞാൻ ഇതുവരെ PSCയുടെ ഒരു ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പം എന്ത് ചെയ്യണം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിൻ്റെ മെൻറ്റർഷിപ്പ് എനിക്ക് കിട്ടുന്നത്. മോക്ക് ഇൻ്റർവ്യൂവിന് ആ ഒരു സെക്ഷൻ തന്ന് എന്നെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചെടുത്തു. അതെനിക്ക് ഇൻ്റർവ്യൂവിന് ഒരുപാട് ഗുണം ചെയ്തു. എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ അതേ മോഡലിൽ തന്നെ എനിക്ക് അവിടെ ക്വസ്റ്റ്യൻസ് വന്നു. അത് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നല്ലൊരു മെൻറ്റർഷിപ്പ് എനിക്ക് ഇൻ്റർവ്യൂവിന് കിട്ടി. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനും പറ്റി. നന്നായിട്ട് ആ സമയത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റിയതുകൊണ്ടാവണം എനിക്ക് 13 മാർക്കും മാക്സിമം മാർക്കും കിട്ടിയിട്ടുണ്ട്. അതിനൊരു വലിയ താങ്ക്സ് ഉണ്ട്. എത്ര പറഞ്ഞാലും സാറിനോടും സാറിൻ്റെ കമ്മ്യൂണിറ്റിയോടും നന്ദി അവസാനിക്കില്ല. തരുന്ന ഓരോ മെറ്റീരിയലും ഓരോ നോട്ടും എത്രത്തോളം വാല്യുബിൾ ആണെന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റ് ചാനലുകളെ പോലെ സർഫസിലല്ല സാറ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സാറിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നോട്ട്സ് വരുന്നത് എങ്ങനെ എവിടെ നിന്നൊക്കെ ചോദിക്കാം എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് ലെവലിലേക്ക് PSCയെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ PSC നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ആവുന്ന PSC ക്വസ്റ്റ്യൻസ് ഇട്ട് തുടങ്ങുന്നതിന് മുമ്പേ സാറിൻ്റെ കമ്മ്യൂണിറ്റിയിൽ സാറ് മുന്നേ പറഞ്ഞിരുന്നു ആ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് സാറിനോടും സാറിൻ്റെ കമ്മ്യൂണിറ്റിയോടും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് വാക്കുകളിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയം നീണ്ടുപോകുന്നതുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു. നേരിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സാർ.